ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ചുരിദാറാണ്, എപ്പോഴും യൂസ് ചെയ്യുന്നൊരു ചുരിദാറാണ്. അതായത് കുറച്ച് പേര് കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനങ്ങനെയാണ്. അപ്പോൾ അത് തന്നെ അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഇടാമെന്ന് കരുതി. അപ്പോൾ എവിടെ പോയാലും ആരെങ്കിലും കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇത് തന്നെ അങ്ങ് ഇടും. പിന്നെ ഈ ഒരു കളറ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ സ്യൂട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആധികാരികമായിട്ടുള്ള മേക്കപ്പൊന്നുമില്ല, ഒരു സിമ്പിൾ ഞാൻ എങ്ങനെ പുറത്തിറങ്ങുന്ന ആ ഒരു രീതിയിലുള്ള ഒരു മേക്കപ്പ് മാത്രമായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് ക്ലെൻസിങ് ആണ് കേട്ടോ. നമ്മളെപ്പോഴും മേക്കപ്പ് എന്തിട്ടാലും ക്ലെൻസിങ് ആദ്യം ചെയ്യണം. നമ്മുടെ മുഖം എപ്പോഴും വൃത്തിയാക്കണം. കാരണം ചില ഡേറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കും കേട്ടോ. നമ്മൾ സ്കിൻ ഏതാണ് അതിന് സ്യൂട്ടായിട്ടുള്ള മോയ്സ്ചറൈസർ വേണം ഇട്ട് കൊടുക്കാൻ. എൻ്റെ സ്കിന്ന് ഒരു നോർമൽ സ്കിന്നാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഇടയായിട്ട് അതായത് ഇതുപോലെ ഇവിടെ ചെറിയ ചെറിയ കുരുക്കളിങ്ങനെ വരുന്നുണ്ട്. എനിക്കൊന്നും ഈ ഒരു ഏരിയ ഇപ്പോൾ ഓയിലി ആയി തുടങ്ങിയെന്ന് തോന്നുന്നു. അതായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ നല്ല രീതിയിൽ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് SPF 45-ൻ്റെ ആണ്, സൺ ബ്ലോക്കിൻ്റെ ആണ് കേട്ടോ. ജോവീസ് ഹെർബലിൻ്റെ ആണ് കേട്ടോ. അങ്ങനെ ബ്രാൻഡഡ് എന്നൊന്നുമില്ല, നല്ലതെന്ന് തോന്നിയെങ്കിൽ അത് യൂസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ബ്രാൻഡഡ് സാധനങ്ങളെ യൂസ് ചെയ്യൂ എന്നൊന്നുമല്ല. ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഭയങ്കര വെയിൽ, പുറത്തൊക്കെ ഭയങ്കര വെയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ. അതുകൊണ്ട് കയ്യിലും കൂടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. കാലിലും ഇട്ട് കൊടുക്കാറുണ്ട്, കാലിൻ്റെ പാദത്തിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്, ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. നമ്മളതും അപ്ലൈ ചെയ്തു. അടുത്തത് ഞാൻ കണ്ണെഴുതാൻ പോവാണ്. അപ്പം ഞാൻ മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ണെഴുതുന്നത്. അപ്പോൾ ഞാൻ ചുരിദാറൊക്കെ ഇടുമ്പോൾ കണ്ണെഴുതുന്ന ആ ഒരു രീതിയിൽ ഞാൻ ഈ ഒരു കാജൽ വെച്ചിട്ടാണ് കേട്ടോ, ലക്മിയുടെ ഐക്കോണിക് കാജൽ വെച്ചിട്ടാണ് കണ്ണെഴുതുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കണ്ണെഴുതലാണ് ഇത്. ചുരിദാറിൻ്റെ ഇടയ്ക്ക് നല്ല മാച്ചിങ് ആണ് ഈ ഒരു കണ്ണെഴുതൽ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കട്ടെ. സൈഡിലാണ് മിറർ ഇരിക്കുന്നത്, അതാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്പുറത്തോട്ട് പോകണം. കണ്ണിൻ്റെ ആ ഒരു അടിഭാഗത്താണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല രീതിയിൽ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ചൂടായതുകൊണ്ട് നല്ല രീതിയിൽ സ്പ്രെഡ് ആയിക്കോളും. ഈ ഒരറ്റം ഇങ്ങനെ ഒന്ന് കുറച്ച് സ്പ്രെഡാക്കി കൊടുക്കുകയാണ്. കാരണം ചെറിയ കണ്ണാണ്, അപ്പോൾ അതുകൊണ്ട് ചെറിയ കണ്ണുള്ളവർക്കൊക്കെ ഈ അറ്റത്ത് ഇങ്ങനെ സ്പ്രെഡാക്കുമ്പോൾ കാണാനൊരു ഭംഗിയായിരിക്കും. എൻ്റെ കുഞ്ഞു കണ്ണാണ്, അപ്പോൾ ഞാൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. കാണുമ്പോൾ ഒരു വൃത്തി വേണ്ടേ, അപ്പോൾ അതുകൊണ്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഐബ്രോ, ഇത് കണ്ടാൽ നിങ്ങൾ അന്തം വിടും, ഐബ്രോ യൂസ് ചെയ്യുന്ന രീതി. ഞാൻ ഈ ഒരു സംഭവം വെച്ചിട്ട് ലാസ്റ്റ് ചെയ്യില്ല, ഇങ്ങനെ ഷേപ്പ് ചെയ്തു ഇതുപോലെ ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ ചെറിയ രീതിയിൽ വന്നതിനെ മാറ്റി കൊടുത്തിട്ട് അപ്പോൾ ശരിക്കൊരു ഷേപ്പിൽ ഉണ്ടോ, ഒരു ഷേപ്പ് കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കണേ. അപ്പോൾ നമ്മളെ ഐ മേക്കപ്പ് കഴിഞ്ഞു. ഇത്ര പെട്ടെന്ന്, എന്ത് സിമ്പിളാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇനി ചെയ്യേണ്ടത് ലിപ് ബാം ഇട്ട് കൊടുക്കാം. ചുണ്ടൊക്കെ നല്ല രീതിയിൽ വെടിച്ച്, ചൂടെല്ലാം കൂടെ ആയപ്പോൾ, ചൂട് സമയമായാലും തണുത്ത സമയമായാലും എൻ്റെ ചുണ്ട് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇതൊരു സ്ട്രോബെറിയുടെ ലിപ് ബാമാണ്, നല്ല മണമാണ്. അപ്പോൾ നമ്മൾ ലിപ് ബാം ഇട്ട് കൊടുത്തു.
നമുക്ക് നല്ലൊരു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ബ്രാൻഡഡ് ഒന്നുമല്ല കേട്ടോ, അതുകൊണ്ടാണ് എടുത്ത് പറയാത്തത്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ എനിക്കൊരു പ്രത്യേകത ഉണ്ട്, ഞാൻ ഇതുപോലെ ഇത്ര ഇതായിട്ടൊക്കെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കേ, എന്നിട്ട് എത്രയും മായ്ച്ച് കളയും. അത്ര കോൺഫിഡൻസ് ഇല്ല ലിപ്സ്റ്റിക്ക് ഇത്ര കട്ടിയോടെ ഇട്ടുകൊണ്ട് നടക്കാനുള്ള. ഞാൻ തുടയ്ക്കുന്നില്ല, വീഡിയോ ഇടുന്നതുകൊണ്ട് അത് തുടച്ച് കളയില്ല. നമ്മൾ ലിപ് ഗ്ലോസ്സാണ് ഇട്ട് കൊടുക്കാനുള്ള. ഇത് ഡാസ്ലറിൻ്റെ ലിപ് ഗ്ലോസ്സാണ്, നല്ല മണമാണ്. ഇട്ട് കൊടുക്കാം. നമ്മൾ ലിപ് ഗ്ലോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം മേക്കപ്പ് ഉണ്ടായി. ഇനി നമുക്ക് അടുത്ത വേണ്ടത് ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. സ്പ്രെഡ് ചെയ്യാം. എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കണം. ഇവിടെ കൂടെ ഒന്ന് തേച്ച് കൊടുക്കും, അത് വേറെ കളറിലിരിക്കും. എന്നിട്ട് നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡറില്ലേ അത് വെച്ചിട്ട് അതൊന്ന് നനച്ചെടുത്തിട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ മൊത്തം ഒന്ന് സ്പ്രെഡ് ആയിട്ടുണ്ടേ. നമ്മൾ ലക്മിയുടെ ഒരു കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ബ്രാൻഡഡ് സംഭവങ്ങൾ ആകുമ്പോൾ അതിൻ്റെ പേരൊക്കെ ഞാൻ പറയാം, അല്ലാത്ത ആകുമ്പോൾ ഞാൻ പറയില്ല. എല്ലാ ലക്മിയുടെ ഒന്നും വാങ്ങിച്ചു വെച്ചിട്ടില്ല, ഓൺലൈനൊക്കെ വാരിയങ്ങ് ഇടും, അത്ര തന്നെ. ഏകദേശം നമ്മൾ മേക്കപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുക്കുകയാണ് എന്താണ്, ഈ രണ്ട് സൈഡിൽ ബ്ലഷിന് പകരം ഞാൻ ഇട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് ലിപ്സ്റ്റിക്ക് തന്നെയാണ്. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബ്ലഷ് ഇട്ട ആ ഒരു എഫക്റ്റ് പോലെ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ സിമ്പിളായിട്ട് ചെയ്യുന്ന മേക്കപ്പ്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ പ്രൈമർ, കളർ കറക്റ്റർ ഒക്കെ നിങ്ങൾക്ക് മിക്സിങ് ആയിട്ട് തോന്നും. അതൊക്കെ ഈ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ് ഇടുന്നത്. ശരിക്കും ഞാൻ അതൊന്നും അത്രയ്ക്കൊന്നും യൂസ് ചെയ്യുന്ന ഇതല്ല. പ്രൈമർ നമ്മൾ യൂസ് ചെയ്യും, പക്ഷേ ഈ കളർ കറക്റ്റർ അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും അങ്ങനെ യൂസ് ചെയ്യില്ല. മുഖത്തെല്ലാം കൂടെ വലിച്ചു വാരി ഇടുന്ന ഒരു ഇത് എനിക്കില്ല. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പോലും ഇടൂല. പിന്നെ ഞാനൊരു മേക്കപ്പ് വീഡിയോ എടുക്കുമ്പോൾ ഇടാം എന്ന് എഴുതിയിട്ടാണ് ഞാൻ ഇത്ര തന്നെ ഇടുന്നത്. പിന്നെ ഹെയർ സ്റ്റൈലെന്ന് പറയുമ്പോൾ ഹെയർ സ്റ്റൈൽസ് ചെയ്യും, പക്ഷേ കൂടുതലായിട്ട് ഇങ്ങനെ ചോളൊക്കെ തലയിലേക്ക് ഇടുന്നുണ്ട്. ഇങ്ങനെ വെറുതെ ഒന്ന് ഇതാക്കി ഇങ്ങനെ കൊടുക്കും, ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇതൊക്കെ തന്നെയാണ് ഹെയർ സ്റ്റൈൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മേക്കപ്പ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. ചിലപ്പോൾ ഇടും, വേറെ വീഡിയോസിലൊക്കെ വേണമെന്ന് തോന്നി ഞാൻ ഇടും. പിന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കിട്ടുന്നതായിരിക്കും. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കൂടുതൽ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.